ഇന്ന് എന്താ വിശേഷം എന്നല്ലേ? വിശേഷം വേറെ ഒന്നുമില്ല. ഇന്ന് സലാഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ കുക്കമ്പർ ഇല്ല. പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഒരു കുക്കമ്പർ മാത്രം പൊട്ടിക്കാനായിട്ട് പറമ്പിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് നേരെ മോറോ അതേപോലെ നമ്മുടെ കൊട്ടയൊക്കെ എടുത്ത് നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം വേറെയും കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുക്കമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. സ്നോ വൈറ്റ് കുക്കമ്പറാണ്. ഒരു ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടിട്ടുള്ളതാണ്. വലിയ കേടൊന്നുമില്ല. അപ്പോൾ നോക്കിയാൽ കാണാനും തന്നെ നല്ല ഭംഗിയായിട്ട് ഈ കുക്കമ്പർ അത്യാവശ്യം നല്ല വലുപ്പത്തിലും ഒക്കെ ഉള്ളൊരു കുക്കമ്പറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഏതാണ്ട് ഒരു മുറ നിറച്ച് തന്നെ നമുക്ക് ഈ വട്ടം കുക്കമ്പർ പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പൊട്ടിച്ച് നമ്മുടെ ഈ കുക്കമ്പർ ഒരു 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പൊട്ടിക്കാനായിട്ട് ഇത് ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നത് നമ്മുടെ പീച്ചിങ്ങ ആയിരുന്നു കേട്ടോ. പീച്ചിങ്ങ അത് പുതിയതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ 2 എണ്ണം എനിക്ക് പൊട്ടിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ പീച്ചിങ്ങ തൈ ആയാലും കുക്കമ്പർ തൈ ആയാലും നട്ടു കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പീച്ചിങ്ങ തൈ നട്ടു കൊടുത്തിട്ടുള്ള ആകെ 2 തൈയാണ്. അപ്പോൾ കുക്കമ്പർ തൈ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് ഒരു 5 തൈയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്തൊരു ഫ്രഷ് എന്ത് രസമെന്ന് പറയും. നമുക്കൊക്കെ എന്താ പറയുക അതേപോലെ കേട്ടോ പച്ചക്കറികൾ നന്നായിട്ട് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പം ഈ കയ്പ്പക്കായയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ടാവണ കയ്പ്പക്കായ നല്ല കുറേ കൂടുതൽ പൊട്ടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കയ്പ്പക്കായ്ക്ക് ഏതാണ്ട് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു തുടങ്ങി കണ്ടോ. അതിലേക്ക് മഞ്ഞ കളർ വന്നു തുടങ്ങിയിട്ടാ. അപ്പോൾ ഇതാ കുറച്ച് കയ്പ്പക്കായ പൊട്ടിക്കാനുണ്ട്. ഒരു 3-4 കയ്പ്പക്കായ കേട്ടോ പൊട്ടിക്കാനുള്ളത്. ഇത് പന്തലിൻ്റെ മുകളിൽ കവറിട്ട് കൊടുക്കാണ്ട് ഒരെണ്ണം കിട്ടിയതാണ്. ഞാൻ കവറൊക്കെ ഇട്ട് കൊടുത്തു തുടങ്ങി. കാരണം നമ്മൾ എങ്ങനെയായാലും ഈ പ്രാണികൾ വന്ന് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ കയ്പ്പക്കായ കുറച്ച് കനപ്പ് കുറവാട്ടാ. മറ്റുള്ള നല്ല ഡാർക്ക് കളർ കയ്പ്പക്കായക്കാളും ഇട്ട് നല്ല കനപ്പ് കുറവാണ്. പിന്നെ നമുക്കുണ്ടായിരുന്നത് കോവയ്ക്ക പൊട്ടിക്കാനായിട്ടാണ്. കോവയ്ക്ക ചെറിയ തരം കോവയ്ക്കാണ്. പക്ഷെ അത് നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു കോവയ്ക്ക. അപ്പോൾ നോക്കിയേ ഇനി എന്നിട്ടാണെങ്കിൽ നമ്മുടെ മുളക് പൊട്ടിക്കാനുണ്ട്. മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണക്കി പൊടിപ്പിക്കുന്ന മുളകാണല്ലോ. അപ്പോൾ പഴുത്തിട്ടുള്ള മുളക് മാത്രമായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുക. ഈ ഒരു മുളക് എന്ന് പറയുന്നത് സിറ എന്ന് പേരുള്ളൊരു മുളകാണ്. നന്നായിട്ടുണ്ടാവും. അതായത് കണ്ടോ ഇങ്ങനെ അടിയിലേക്കാണ് കിടക്കുക. നമ്മൾ ചെടീനെ ഇങ്ങനെ അതുപോലെ ചെടിച്ച് പിടിക്കണം. അപ്പോഴാണ് ആ മുളക് ഉണ്ടായി നിൽക്കുക. മറ്റേത് നമ്മുടെ ഭാസ്കര മുളക് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ കാട്ടി തന്നത് മുളകിൻ്റെ നീളം കണ്ട. അപ്പോൾ നോക്കിയേ ഇന്ന് നമ്മൾ ഇത്രയും പച്ചക്കറികളാട്ടോ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോവാം. കണ്ടോ